ബ്രെഡ് ടോസ്റ്റ് പലതരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ. ഇതുപോലെ വൈറലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം പരീക്ഷിച്ച് നോക്കിയത് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റാണ്, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആ ക്രീമി ആക്കാനുള്ള ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടെ. എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് ഉള്ളത്, അപ്പോൾ അത് ഞാൻ 2 ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ചീസ് ഉണ്ടെങ്കിൽ അത് ഏതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാലാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നീട് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്യരുത്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മൊത്തത്തിൽ പാൽ അതിലേക്ക് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ ആ ഒരു മൈദയൊക്കെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചീസിലൊക്കെ ചെറിയ ഉപ്പ് രസം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരീക്ഷണം മാത്രമാണ്, സക്സസ് ആയി നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഒറിഗാനോ കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ കുറുകി വരും കേട്ടോ, കട്ട കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ അത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിക്കാകുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മൈദയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇപ്പോൾ ഏകദേശം നമുക്ക് കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു ക്രീമി ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡ് നമ്മൾ ഓവണിലാണ് അത് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഓവൺ ആദ്യം തന്നെ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവണിലല്ല, നിങ്ങൾ നോർമൽ പാനിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ കേക്കൊക്കെ ചെയ്യൂലേ, ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി. പാന് ആദ്യം തന്നെ പ്രീ ഹീറ്റാക്കാൻ വേണ്ടിയിട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഈ ഓവലിൻ്റെ ഒരു ട്രേ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഓരോ സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രത്തോളം തിക്നെസ്സിൽ വേണോ അതിനനുസരിച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 1-2 ടേബിൾ സ്പൂൺ ഒരു ബ്രെഡിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുകളിൽ എല്ലാ ബ്രെഡിൻ്റെ മുകളിലും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ടൊമാറ്റോ കെച്ചപ്പ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിൻ്റെ മുകളിലും കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സോസ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. ഈ രീതിയിലൊന്ന് മെല്ലെ അങ്ങ് ലെവലാക്കി കൊടുത്താൽ മതി. ആ ഒരു വൈറ്റ് ക്രീമിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ മുകൾ ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അങ്ങ് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കി എടുത്തിട്ടുള്ള ഓവനിൽ 8 മിനിറ്റ് ആട്ടോ ഇത് ബേക്കാക്കി എടുക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും. ഒരു ഏകദേശം മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന ഒരു ലെവലിൽ വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെയാണ് പാനിൽ ഇറക്കി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കേട്ടോ. അപ്പോൾ അതാ ഞാൻ 8 മിനിറ്റിൻ്റെ ശേഷം എടുത്തിട്ടുണ്ട്. ആ ചൂടോട് കൂടെ തന്നെ കഴിക്കണം കേട്ടോ. ചീസൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചൂട് ആറിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ചൂടോട് കൂടെ കഴിക്കുമ്പോൾ അപാര ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. നമ്മുടെ പരീക്ഷണം എന്തായാലും സക്സസ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്